Hi all. If you understand this one concept, you can solve at least 10 to 15 marks in your KTU exam easily. Today we are learning linear transformations, one of the most important topics in linear algebra for KTU S2 exam. We will cover definition, properties, examples and model questions related to linear transformations. Watch till the end, guaranteed exam questions are there. What is a linear transformation? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ഫംഗ്ഷൻ. അതൊരു ഫംഗ്ഷൻ ആണ് ബിറ്റ്വീൻ വെക്ടർ സ്പേസസ്. വെക്ടർ സ്പേസസ് തമ്മിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻസ് സെറ്റ്സുകൾ തമ്മിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതേസമയം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വെക്ടർ സ്പേസസ് തമ്മിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടി എന്ന് പറയുന്നത് വിന്ന് ഡബ്ല്യൂയിലേക്ക്, വിയും ഡബ്ല്യു ഒക്കെ അവിടുത്തെ വെക്ടർ സ്പേസസ് ആണ്. വെക്ടർ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ടി. ഇനി ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറഞ്ഞെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അഡിറ്റിവിറ്റിയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ ഹോമോജിനിറ്റി അല്ലെങ്കിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അഡിറ്റിവിറ്റിയും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ഫംഗ്ഷനെയാണ്, വെക്ടർ സ്പേസുകൾ തമ്മിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അഡിറ്റിവിറ്റി, അതായത് ടി ഓഫ് യു പ്ലസ് വി എന്ന് പറയുന്നത് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആയിരിക്കണം. അതാണ് അഡിറ്റിവിറ്റി. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ടി ഓഫ് സി യു ഈക്വൽ ടു സി ടൈംസ് ടി ഓഫ് യു ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസും മസ്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കുള്ളൂ. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആവുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പ്രിസർവ്സ് ബോത്ത് അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. Or in simple words, we can say it does not distort the structure of the vectors. Now we will move to some examples. First one, let t from v to w be a function defined by t of xy equal to 2x, 3y. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവും അല്ലയോ നമുക്ക് നോക്കാം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവണമെങ്കിൽ ആ രണ്ട് കണ്ടീഷൻസ്, അതായത് അഡിറ്റിവിറ്റിയും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് അഡിറ്റിവിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ്, ടി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2x, 3y. ഇങ്ങനെയാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ, യു ഹാവ് ടു ചെക്ക്. എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ അഡിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിഫിനിഷനിൽ പറഞ്ഞല്ലോ നമ്മൾ, ടി ഓഫ് യു പ്ലസ് വി ഷുഡ് ബി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആയിരിക്കണം. ഇവിടെ യുവിൻ്റെയും വിൻ്റെയും ഒക്കെ പ്ലേസിൽ നമ്മൾ എന്തെടുക്കും, x1, y1, x2, y2 കോർഡിനേറ്റുകളായിട്ടാണ് എടുക്കാം അല്ലേ. ഓരോ വെക്ടേഴ്സും അങ്ങനെയാണ്, പെയർ വൈസ് ആണ് നമ്മൾ എഴുതുന്നത്. സോ ടി ഓഫ് ഫംഗ്ഷൻ, നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, ടി ഓഫ് യു പ്ലസ് വി ഷുഡ് ബി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ യു എന്ന് പറയുന്നതും വി എന്ന് പറയുന്നത് എങ്ങനെ എടുക്കണം, കോർഡിനേറ്റുകളായിട്ട് എടുക്കണം അല്ലേ. അങ്ങനെയല്ലേ വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്താൽ x1, y1, വി എന്ന് പറയുന്നത് x2, y2 പെയറുകളായിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് അഡിറ്റിവിറ്റി ട്രൂ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും, ടി ഓഫ് യു പ്ലസ് വിയുടെ സ്ഥാനത്ത് x1, y1 കോർഡിനേറ്റുകളായിട്ട് എഴുതാം. ദെൻ രണ്ടാമത് x2, y2. ടി ഓഫ് യു പ്ലസ് വി എന്ന് പറയുന്നത് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഡെഫിനിഷൻ നോക്കാം. അതായത് ടി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2x, 3y എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോക്കി, ഇതിന് ബ്രാക്കറ്റിനകത്ത് നമ്മൾ എഴുതിയാൽ ടി ഓഫ്, ഇവിടെ x1, y1, x2, y2 ആണ്. കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. x1 പ്ലസ് x2 ദെൻ y1 പ്ലസ് y2 ഇങ്ങനെ ആഡ് ചെയ്യാലോ. കറസ്പോണ്ടിങ് ടേംസിലുള്ള വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ടി ഓഫ് x1 പ്ലസ് x2, y1 പ്ലസ് y2 നമ്മുടെ ഒറിജിനൽ ഡെഫിനിഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ടി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2x, 3y ആണ്. ഇവിടെ എക്സിന്റെ പ്ലേസിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് x1 പ്ലസ് x2 എന്നും വൈയുടെ പ്ലേസിൽ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത് y1 പ്ലസ് y2 എന്നും. അപ്പോൾ ഈ ഡെഫിനിഷനിലേക്ക് എക്സിനും വൈക്കും പകരം എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, ഈ x1 പ്ലസ് x2 എന്നും y1 പ്ലസ് y2 എന്നും പറഞ്ഞ് റീപ്ലേസ് ചെയ്യും. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് 2 ടൈംസ് എക്സ്. എക്സിന്റെ പ്ലേസിൽ ഇവിടെ ആരാണ്, x1 പ്ലസ് x2 ആണ്. ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക, x1 പ്ലസ് x2. ദെൻ രണ്ടാമത്തെ കോർഡിനേറ്റ് ഇവിടെ 3y ആണ്. സോ 3 ഇൻറ്റു ഇവിടെ y ആരാണ്, വൈക്ക് പകരം y1 പ്ലസ് y2. വൈൻ്റെ പ്ലേസിൽ ആരാണോ അത് എഴുതാം. ഓക്കെ, ദെൻ ഇതിനെ തന്നെ നമുക്ക് വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇവിടെ 3 കൊണ്ടും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2x1 പ്ലസ് 2x2. ഓക്കെ, ദെൻ 3y1 പ്ലസ് 3y2. ശരിയല്ലേ? ഓക്കെ, ഈ സ്റ്റെപ്പിൽ നിന്ന്
നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ടേംസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. അതായത് 2x1 ഇവിടെ നിന്ന് പ്ലസ് 3y1 എടുത്തു. ഓക്കെ, 2x1 3y1 ഇങ്ങനെ എഴുതാം. ദെൻ പ്ലസ് ഇവിടുത്തെ രണ്ടാമത്തെ ടേം എടുത്തു 2x2 3y2. ഓക്കെ, കറസ്പോണ്ടിങ് ടേംസ് നമ്മൾ ആഡ് ചെയ്താൽ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് തന്നെ കിട്ടും അല്ലേ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ടേംസിന്റെ സമ്മായിട്ട് എഴുതാം. 2x1 പ്ലസ് 2x2 അത് തന്നെയാണ് ഫസ്റ്റ് ടേം ഇവിടെ മുകളിൽ. രണ്ടാമത്തെ ടേം 3y1 പ്ലസ് 3y2 അത് തന്നെയാണ് തൊട്ട് മുകളിലത്തെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് ടേമിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഈ സ്റ്റെപ്പിൽ 2x1 3y1 ഇതിനെ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഏത് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും നോക്കി. യു എന്ന് പറഞ്ഞാൽ x1 y1 ആണ്. ഈ x1ഉം y1ഉം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓക്കെ ടി ഓഫ് x1 y1 അതിന് പകരം എനിക്ക് 2x1 3y1 എഴുതാമല്ലോ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? ടി ഓഫ് ഇങ്ങനെ വേണേ ആദ്യം എഴുതാം. ടി ഓഫ് x1 y1 ഇങ്ങനെ എഴുതാലോ അല്ലേ. ദെൻ രണ്ടാമത്തെ ടേമിന് എങ്ങനെ എഴുതാൻ പറ്റും? ടി ഓഫ് x2 y2 ഇങ്ങനെ എഴുതാലോ. ഇവിടുത്തെ എക്സിനും വൈക്കും പകരം x1ഉം y1ഉം വെച്ച് റീപ്ലേസ് ചെയ്താൽ അതേ കറസ്പോണ്ടിങ് ടേംസ് അവിടെ കിട്ടിയിരിക്കണം. സോ അതിന് പകരം ടി ഓഫ് x1 y1 എന്നും ടി ഓഫ് x2 y2 എന്നും എഴുതാം. ഇനി ഈ ടി ഓഫ് x1 y1 എന്ന് പറഞ്ഞാൽ ആരാ? യു ആണ്. x2 y2 എന്ന് പറഞ്ഞാൽ ആരാ? x2 y2 എന്ന് പറഞ്ഞാൽ വി ആണ്. സോ ഇതിനെ തന്നെ വീണ്ടും എഴുതാം. ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി എന്ന് എഴുതാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എങ്ങനെ എഴുതി തുടങ്ങി? ടി ഓഫ് യു പ്ലസ് വിയിലാണ് തുടങ്ങിയത് അല്ലേ. ഇത് യു ഇത് വി. ടി ഓഫ് യു പ്ലസ് വിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് കിട്ടിയത് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വിയിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കിട്ടി. സോ ഫ്രം ദിസ് ഐ ക്യാൻ സേ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. അഡിറ്റിവിറ്റി സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈഡ് ആയാലാണ് ഈ ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുള്ളൂ. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി ഇതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരുന്നു പ്രോപ്പർട്ടി എന്തായിരുന്നു? ടി ഓഫ് സി യു അല്ലേ. ടി ഓഫ് സി യു ഈക്വൽ ടു സി ടൈംസ് ടി ഓഫ് യു എന്നായിരുന്നു കണ്ടീഷൻ. ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കണം? യു എന്ന് പറയുന്നത് x1 y1 എന്നല്ല എടുക്കുന്നത്, ജനറൽ ആയിട്ട് എടുക്കാം. കാരണം ടി ഓഫ് സി എക്സ് വൈ ഇങ്ങനെ എടുക്കാം. സോ യുവിന് പകരം എക്സ് വൈ വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടി ഓഫ് ഈ സി വെച്ച് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സി എക്സ് സി വൈ ഇങ്ങനെ എഴുതാലോ. ഇനി നമ്മുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ടി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? 2x 3y ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കി ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ടി ഓഫ് എക്സ് വൈയുടെ പ്ലേസിൽ ഇവിടെ ടി ഓഫ് സി എക്സ് സി വൈ എന്നാണ്. അപ്പോൾ ഇവിടെ എക്സും വൈയും ആയിരുന്നപ്പോൾ 2x 3y ആകുമ്പോൾ ടി ഓഫ് സി എക്സും സി വൈ ആകുമ്പോൾ എന്ത് മാറ്റാ വരിക? എക്സിന് പകരം സി എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുക, വൈക്ക് പകരം സി വൈ വെച്ച് റീപ്ലേസ് ചെയ്യുക. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 ടൈംസ് സി എക്സ്, റൈറ്റ്? 2 ടൈംസ് സി എക്സ് 3 ടൈംസ് സി വൈ, റൈറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് ടേമിലും സി കോമൺ ആണ്. സോ സി ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സി എടുത്താൽ 2x 3y. ഓക്കെ, ഈ 2x 3y ആര് തന്നെയാണ്? ആരാ? ടി ഓഫ് എക്സ് വൈ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് സി ടൈംസ് ടി ഓഫ് എക്സ് വൈ. സോ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നായിരുന്നു? ടി ഓഫ് സി ടൈംസ് സി എക്സ് വൈ ഈക്വൽ ടു സി ടൈംസ് ടി ഓഫ് എക്സ് വൈ എന്ന് കിട്ടി അല്ലെ. സ്റ്റാർട്ട് ചെയ്തത് ടി ഓഫ് സി ടൈംസ് യു എന്നുള്ള ഫോമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കിട്ടിയത് എന്താ? സി ടൈംസ് ടി ഓഫ് യു എന്നുള്ള ഫോമിൽ കിട്ടി. ദാറ്റ് ഈസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും അത് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഹോമോജനിറ്റി പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആണ്. സോ രണ്ട് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് സിൻസ് ബോത്ത് ദ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, given function is a linear transformation. LT എന്ന് നോട്ട് ചെയ്യും, linear transformation. Okay, so given function is a linear transformation. Okay, ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ദാറ്റ്സ് എ നോൺ ലീനിയർ എക്സാമ്പിൾ. ഓക്കെ, let define t from v to w be a function defined by t of xy equal to x square comma y. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു നോൺ ലീനിയറിന് എക്സാമ്പിൾ ആണ്. നോൺ ലീനിയറിന് എക്സാമ്പിൾ ആണെന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും.
നമുക്ക് നോക്കാം ഏത് പ്രോപ്പർട്ടിയാണ് അത് സാറ്റിസ്ഫൈഡ് അല്ലാതാവുന്നത്. ഓക്കെ, അപ്പോൾ നോൺ ലീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, സോ ഹിയർ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ കോമ വൈ, ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ദ അഡിറ്റിവിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഡിറ്റിവിറ്റി ചെക്ക് ചെയ്യാം. അതായത് നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ടി ഓഫ് യു പ്ലസ് വി എന്ന് പറയുന്നത് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യു എന്ന് പറയുന്ന ആദ്യത്തെ പോലെ തന്നെ യു ഈക്വൽ ടു എക്സ് വൺ വൈ വൺ, വി ഈക്വൽ ടു എക്സ് ടു വൈ ടു. ഓക്കെ, അതായത് ടി ഓഫ് എക്സ് വൺ കോമ വൈ വൺ പ്ലസ് എക്സ് ടു കോമ വൈ ടു ഈക്വൽ ടു നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടി ഓഫ് എക്സ് വൺ വൈ വൺ എന്ന് പ്രൂവ് ചെയ്യണം പ്ലസ് ടി ഓഫ് എക്സ് ടു വൈ ടു എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ടി ഓഫ് എക്സ് വൺ കോമ വൈ വൺ പ്ലസ് എക്സ് ടു കോമ വൈ ടു എന്ന് പറയുന്നത് രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്ഫോർമേഷൻസിന്റെ സമ്മിന് ഇക്വലന്റ് ആണെന്ന് പറയുന്നത്. ടി ഓഫ് എക്സ് വൺ വൈ വൺ പ്ലസ് ടി ഓഫ് എക്സ് ടു വൈ ടു ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയാൽ ടി ഓഫ് എക്സ് വൺ വൈ വൺ പ്ലസ് എക്സ് ടു വൈ ടു ഇതെടുക്കാം. നമുക്ക് ഇതിനെ തന്നെ എങ്ങനെ എഴുതാൻ പറ്റും നോക്കി. കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതാം. അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു ദെൻ കോമ വൈ വൺ പ്ലസ് വൈ ടു, അതായത് എനിക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡെഫിനിഷൻ എനിക്ക് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി കോർഡിനേറ്റ് ഫോമിൽ അവിടെ തന്നിരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയത്. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ അപ്ലൈ ചെയ്താൽ ഇവിടെ എക്സ് വൈയുടെ ടേംസ് വന്നപ്പോൾ എക്സ് സ്ക്വയർ കോമ വൈ, അങ്ങനെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വൺ പ്ലസ് എക്സ് ടു വൈ വൺ പ്ലസ് വൈ ടു ആണ്. സോ എക്സിന്റെ പ്ലേസിൽ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? എക്സ് വൺ പ്ലസ് എക്സ് ടു വെച്ച് റീപ്ലേസ് ചെയ്യണം. വൈയുടെ പ്ലേസിൽ വൈ വൺ പ്ലസ് വൈ ടു വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, സോ ഈ ഡെഫിനിഷൻ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് വൺ പ്ലസ് എക്സ് ടു ഹോൾ സ്ക്വയർ കോമ വൈ വൺ പ്ലസ് വൈ ടു. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. ഇനി ഇതെവിടെ നിൽക്കട്ടെ. ഇതേ വാല്യൂ തന്നെ ആയിരിക്കണം ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് അല്ലേ. നമുക്ക് സെപ്പറേറ്റ് ഇതെടുത്ത് നോക്കാം, എന്നിട്ട് ഇത് തന്നെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് എടുക്കാം. ടി ഓഫ് എക്സ് വൺ കോമ വൈ വൺ. ഓക്കെ, എക്സ് വൺ കോമ വൈ വൺ കൊടുത്താൽ എക്സിന്റെയും വൈയുടെയും പ്ലേസിൽ എക്സ് സ്ക്വയർ കോമ വൈ എന്നാണ് ഡെഫിനേഷൻ. എക്സ് വണ്ണും വൈ വണ്ണും വെച്ച് ഇവിടെ റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൺ സ്ക്വയർ കോമ വൈ വൺ, ഇങ്ങനെ കിട്ടുക. ശരിയല്ലേ? രണ്ടാമത്തെ ടേം അതായത് ടി ഓഫ് എക്സ് ടു കോമ വൈ ടു, ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ എക്സിന്റെയും വൈയുടെയും പ്ലേസിൽ എക്സ് ടു വൈ ടു വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ എക്സ് ടു സ്ക്വയർ കോമ വൈ ടു. ശരിയല്ലേ? നമ്മുടെ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏത് കിട്ടണം? ഈ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് കിട്ടണം അല്ലേ. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തൊട്ട് മുകളിലത്തെ സെക്കൻഡ് കണ്ടീഷൻ കിട്ടണം അല്ലേ. ഇത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കാം. അതായത് ടി ഓഫ് എക്സ് വൺ വൈ വണ്ണും ടി ഓഫ് എക്സ് ടു വൈ ടു കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക അടുത്ത സ്റ്റെപ്പിൽ? സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ടി ഓഫ് എക്സ് വൺ വൈ വൺ പ്ലസ് ടി ഓഫ് എക്സ് ടു വൈ ടു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ വരണം? എക്സ് വൺ സ്ക്വയർ കോമ വൈ വൺ പ്ലസ് എക്സ് ടു സ്ക്വയർ കോമ വൈ ടു. അപ്പോൾ ആഡ് ചെയ്യുന്നതിന് പകരം കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ. ഇത് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക. എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ കോമ വൈ വൺ പ്ലസ് വൈ ടു. ശരിയാണോ? കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്തു, ജസ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഈ കിട്ടിയ ആൻസറും ഓക്കെ, ഇത് തേർഡ് കൊടുക്കാം. ഈ തേർഡും സെക്കൻഡും തമ്മിൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ശരിയല്ലേ? ടി ഓഫ് എക്സ് വൺ വൈ വൺ പ്ലസ് എക്സ് ടു വൈ ടു എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരിക്കണം? ടി ഓഫ് എക്സ് വൺ വൈ വൺ പ്ലസ് ടി ഓഫ് എക്സ് ടു വൈ ടുവിന് ഇക്വലന്റ് ആയിരിക്കണം. അതായത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയ വാല്യൂ സെക്കൻഡ് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ ഇപ്പൊ കിട്ടിയ തേർഡ് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂം സെയിം ആയിരിക്കണം, അത് ട്രൂ ആണെങ്കിൽ. പക്ഷെ ഇവിടെ നോക്കാം, ഇവിടെ തേർഡ് ഇക്വേഷനിൽ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയത് എക്സ് വൺ പ്ലസ് എക്സ് ടു ഹോൾ സ്ക്വയർ ആണ്. എക്സ് വൺ പ്ലസ് എക്സ് ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് ടു എക്സ് വൺ ഇൻറ്റു എക്സ് ടു എന്നൊരു ടൈം കൂടെ എക്സ്ട്രാ വരും. ദെൻ കോമ വൈ വൺ പ്ലസ് വൈ ടു. ഇപ്പൊ കിട്ടിയതിൽ നോക്കിയേ എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ മാത്രമേ ഉള്ളൂ. അത് ടു എക്സ് വൺ ഇൻറ്റു എക്സ് ടു എന്നുള്ള ടൈം മിസ്സിംഗ് ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
സോ കമ്പയറിംഗ് 2 and 3, we will get T of U plus V is not equal to T of U plus T of V. ഇത് രണ്ടും സെയിം ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു. ഇനി നമുക്ക് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവണമെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം അത് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് കാണിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ കേസിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രോപ്പർട്ടി, അതായത് അഡിറ്റിവിറ്റി മാത്രം ചെക്ക് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ അതിൽ തന്നെ അത് ട്രൂ അല്ല എന്ന് കിട്ടി. ഓക്കെ, ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ പോകേണ്ട കാര്യം. ഓക്കെ, ദെൻ ക്ലിയർലി T is not a linear transformation. ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് we will move to the properties of the linear transformation. First property, if T is linear then T of 0 equal to 0. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്താ? T of 0, സീറോയുടെ ഇമേജ് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അതായത് 0 വെക്ടർ ഇമേജ് എന്തായിരിക്കും? 0യിലേക്ക് തന്നെയായിരിക്കും മാപ്പ് ചെയ്യുക. അപ്പൊ T ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്? T of 0 equal to 0. രണ്ടാമത്തെ പ്രോപ്പർട്ടി T of minus V equal to മൈനസ് ഇൻറ്റു T of V. T of minus V എന്ന് പറയുന്നത് മൈനസ് T of Vക്ക് ഇക്വലന്റ് ആണ്. അടുത്ത പ്രോപ്പർട്ടി T of A1 V1 plus A2 V2 എക്സെട്ര AN VN എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാൻ പറ്റും? A1 into T of V1 plus A2 into T of V2 plus എക്സെട്ര AN into T of VN. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിസർവേഷൻ ഓഫ് ലീനിയർ കോമ്പിനേഷൻ. നാലാമത്തെ ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്, T of U minus V. You can write T of U minus V as T of U minus T of V. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെ T of 0 equal to 0, T of minus V equal to minus T of V, then T of A1 V1 plus etc. AN VN equal to A1 into T of V1 plus A2 into T of V2 etc. AN into T of VN, and the last one T of U minus V equal to T of U minus T of V. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടി ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്. പറയുന്നത് മെട്രിക്സ് ഫോമാണ്. ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മെട്രിക്സിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. എവറി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് G of x equal to A into x. അവിടെ A എന്ന് പറഞ്ഞാണ് മെട്രിക്സ്, X എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവിടുത്തെ വേരിയബിൾസ്. ഓക്കെ, G of x equal to A times x, A into x എന്നുള്ള ഫോമിൽ നമുക്ക് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് T of x y, x, y എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2x plus y, x minus y. ഇങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ലീനിയർ ആണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാം? മെട്രിക്സ് A ഈക്വൽ ടു, ഇനി എങ്ങനെ വേരിയബിൾസ് എഴുതണം? ആദ്യത്തെ കോളം എക്സിന്റെ വാല്യൂസ് എഴുതാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ കോളം വൈയുടെ വാല്യൂസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ കോർഡിനേറ്റുകളും നോക്കാം. കോർഡിനേറ്റിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ആരാണ്? 2 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് താഴെ 2 എന്ന് എഴുതാം. രണ്ടാമത്തെ കോർഡിനേറ്റിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 1 ആണ്. അപ്പോൾ ഇതിവിടെ താഴെ. ഇനി വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ്? 1 ആണ്. ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് എന്താണ്? -1 ആണ്. സോ -1. സോ ഇതാണ് മെട്രിക്സ് ഫോർമാറ്റ്. 2 1 1 -1. ഇതാണ് മെട്രിക്സ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളം എക്സിന് വേണ്ടിയിട്ട്, സെക്കൻഡ് കോളം വൈക്ക് വേണ്ടിയിട്ട്, അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ അതിനെ മെട്രിക്സ് ഫോർമാറ്റിലേക്ക് എഴുതി. ഇനി G of xനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? AX വെച്ച് റെപ്രസെന്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. സോ G of xy നമുക്ക് എങ്ങനെ തന്നെ എഴുതാം? AX എന്ന് എഴുതാം. അതായത് A എന്ന് പറഞ്ഞാൽ ഇവിടെ മെട്രിക്സ് 2 1 1 -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേരിയബിൾസ് എക്സും വൈയും. നിങ്ങൾ ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇത് തന്നെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും. ഡൗട്ടുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എങ്ങനെ കിട്ടും? 2 into x, 2x plus 1 into y. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാണ് അല്ലേ, ഒരു എൻട്രി മാത്രമേ വരൂ. ഇനി സെക്കൻഡ് റോ എടുക്കുക. സെക്കൻഡ് റോ into first column, that is 1 into x, x minus 1 into y minus 1. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയ മെട്രിക്സിനെ നമ്മൾ എങ്ങനെ എഴുതി? കോർഡിനേറ്റ് പെയറുകളായിട്ട് എഴുതി. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിരിക്കുക. ചെക്ക് വെദർ T of xy equal to x plus y, x minus y is a linear transformation. ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി 2 കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ അഡിറ്റിവിറ്റി നോക്കുക. അഡിറ്റിവിറ്റി ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അഡിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് T of U plus V അല്ലേ, T of U plus V എന്ന് പറയുന്നത്
ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആ കണ്ടീഷൻ ആദ്യമേ തന്നെ എഴുതിയേക്കാം. ദെൻ ടി ഓഫ് യു പ്ലസ് വി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ടി ഓഫ് യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? യു എന്ന് പറഞ്ഞാൽ x1, y1, വി എന്ന് പറഞ്ഞാൽ x2, y2. ഇത് മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ യു പ്ലസ് വിയെ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ടി ഓഫ് x1, y1 പ്ലസ് x2, y2 ഇങ്ങനെ എഴുതി. ഇനി ഇതിനെ തന്നെ ടി ഓഫ് കറസ്പോണ്ടിങ് ടേംസ് നമ്മൾ ആഡ് ചെയ്ത് എഴുതി. ടി ഓഫ് x1 പ്ലസ് x2, y1 പ്ലസ് y2. ഓക്കെ, ഇത്രയും ഏത് പ്രോബ്ലത്തിലും നമ്മൾ ഒരുപോലെ എഴുതുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഡെഫിനേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യണം എങ്ങനെയാണ്? ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ എന്നാണ്. ഇവിടെ എക്സിന്റെ പ്ലേസിൽ x1 പ്ലസ് x2, വൈയുടെ പ്ലേസിൽ y1 പ്ലസ് y2 അത് വെച്ച് റീപ്ലേസ് ചെയ്യാം. ദെൻ എങ്ങനെ വരും നോക്കി? എക്സ് പ്ലസ് വൈ എന്ന് എഴുതേണ്ടത്. എക്സിന്റെ പ്ലേസിൽ x1 പ്ലസ് x2. അപ്പോൾ ആദ്യം x1 പ്ലസ് x2, ദെൻ പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈക്ക് പകരം ഇവിടെ എന്താ? y1 പ്ലസ് y2 പ്ലസ് y1 പ്ലസ് y2. എഴുതേണ്ട രീതി മനസ്സിലായല്ലോ. രണ്ടാമത്തെ ടൈം ഇവിടെ എക്സ് മൈനസ് വൈ ആ ഡെഫിനേഷനിൽ. ഇവിടെ അതേ കാര്യം ഇവിടെ അപ്ലൈ ചെയ്യാം. എക്സിന്റെ പ്ലേസിൽ x1 പ്ലസ് x2 കൊടുക്കാം, മൈനസ്. ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കാം, മൈനസ് വൈ ആണ്. വൈയുടെ ടൈം ഇവിടെ y1 പ്ലസ് y2 ആണ്. ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ തെറ്റിക്കരുത്, ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം y1 പ്ലസ് y2 എന്ന് എഴുതാൻ, അല്ലെങ്കിൽ മൈനസ് y1 മൈനസ് y2 എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് കിട്ടില്ല. ഓക്കെ, തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവിന്റെ മിസ്റ്റേക്ക് വരും. നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ പോലും പ്രോബ്ലം തെറ്റിപ്പോകും. ഓക്കെ, അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, x1 പ്ലസ് x2 പ്ലസ് y1 പ്ലസ് y2 ഇങ്ങനെ എഴുതി. ഞാൻ ഇതിനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. x1 പ്ലസ് x2 മൈനസ് y1 മൈനസ് y2 ഇങ്ങനെ എഴുതി. എനിക്കിത് ഏത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇതിലേക്ക് എത്തിക്കണം. ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ആണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യുക. x1 പ്ലസ് x2 പ്ലസ് y1 പ്ലസ് y2 വെറുതെ എഴുതി പോയാൽ ഇതിലേക്ക് എത്തിക്കാൻ പറ്റില്ല അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡ് ഇത് തന്നെ വരണം. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഇതിന് x1നെയും ഇവിടെ നിന്ന് y1നെ അടുപ്പിച്ച് എഴുതി. x1 പ്ലസ് y1. ഓക്കെ, ദെൻ x2 പ്ലസ് y2. ഇവിടെ അതുപോലെ തന്നെ x1 മൈനസ് y1 പ്ലസ് x2 മൈനസ് y2 ഇങ്ങനെ എഴുതി. ഓക്കെ, എനിക്ക് ചില അറേഞ്ച്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ x1 y1. ഇവിടെ ടി ഓഫ് x1 y1 എന്നുള്ള ഫോമിൽ ഇവിടെ വരണം. അതിന് വേണ്ടിയിട്ടാണ് അറേഞ്ച്മെന്റ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്കാം, ഇനി ഇവിടെ ടി ഓഫ് x1 പ്ലസ് y1 പ്ലസ് x2 പ്ലസ് y2 എന്ന് നടക്കുന്നത്. ഇവിടെ x1 മൈനസ് y1 പ്ലസ് x2 പ്ലസ് y2. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് x1 പ്ലസ് y1 x1 മൈനസ് y1 ഇങ്ങനെ രണ്ട് രീതിയിലായിട്ട് എഴുതി. രണ്ട് ടേംസിന്റെ സം ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് പ്ലസ് x2 പ്ലസ് y2 x2 മൈനസ് y2 ഇങ്ങനെ എഴുതി. ഓക്കെ, ഇതേ കാര്യം തന്നെയല്ലേ തൊട്ട് മുകളിൽ വന്നേക്കണേ നോക്കി. x1 പ്ലസ് y1 പ്ലസ് x2 പ്ലസ് y2 ആദ്യത്തെ ടേം, ദെൻ x1 മൈനസ് y1 പ്ലസ് x2 മൈനസ് y2 അതേ ടേം അല്ലേ തൊട്ട് മുകളിൽ. ഇതിന് രണ്ട് ടേംസിന്റെ സമ്മായിട്ട്, ഇവിടെ രണ്ട് കോർഡിനേറ്റ് ഫോമിൽ കിടന്നതിനെ രണ്ട് പെയേഴ്സിന്റെ സമ്മായിട്ട് എഴുതി. ഓക്കെ, x1 പ്ലസ് y1 x1 മൈനസ് y1 പ്ലസ് x2 പ്ലസ് y2 x2 മൈനസ് y2. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, x1 പ്ലസ് y1 x1 മൈനസ് y1 നമ്മുടെ ഒറിജിനൽ ഡെഫിനേഷനിലേക്ക് നോക്കാം. x പ്ലസ് y x മൈനസ് y. അവിടെയൊക്കെ എക്സിനും വൈക്കും പകരം x1ഉം y1ഉം വെച്ച് റീപ്ലേസ് ചെയ്താൽ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ടി ഓഫ് x1 y1 എഴുതാലോ അല്ലെ. ടി ഓഫ് x1 y1 എഴുതാം. രണ്ടാമത്തെ ടേം ശ്രദ്ധിച്ചാൽ ടി ഓഫ് x2 പ്ലസ് y2 x2 മൈനസ് y2 നോക്കാം. x പ്ലസ് y x മൈനസ് y എന്നാണ്. അവിടെ x2 y2 വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്താൽ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ടി ഓഫ് x2 y2. ക്ലിയർ ആണല്ലോ. ടി ഓഫ് x1 y1 പ്ലസ് ടി ഓഫ് x2 y2. ഇനി ഈ x1 y1 പകരം എന്ത് വെച്ച് കൊടുക്കും? യു വി വെച്ച് റീപ്ലേസ് ചെയ്യും. x1 y1ഉം x2 y2 പകരം യു വെച്ച് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി. ഓക്കെ, അതായത് ടി ഓഫ് യു പ്ലസ് വി എന്ന് പറയുന്നത് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി എന്ന് കിട്ടി. അപ്പോൾ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇൻ ബിറ്റ്വീൻ വരുന്ന അറേഞ്ച്മെന്റ്സ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് വേണം ഇതിലേക്ക് എത്തിക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഒരു മൈനസിന്റെ ടൈം വരുന്നത് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ സ്റ്റെപ്പ് ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ് കിട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ.
സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും കൂടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ, അഡിറ്റിവിറ്റി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു? നമ്മുടെ ഡെഫിനേഷൻ എഴുതാം. ടി ഓഫ് എക്സ് കോമ വൈ എന്ന് ഡിഫൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? എക്സ് പ്ലസ് വൈ കോമ എക്സ് മൈനസ് വൈ, ഇങ്ങനെയായിരുന്നു ഡെഫിനേഷൻ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി ഓഫ് സി ടൈംസ് എക്സ് കോമ വൈ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി ഓഫ് സി ടൈംസ് യു അല്ലേ, സി ടൈംസ് യു ഈക്വൽ ടു സി ടൈംസ് ടി ഓഫ് യു എന്ന് പ്രൂവ് ചെയ്യാം. യു എന്ന് പറയുന്നത് കോർഡിനേറ്റ് എക്സ് വൈ അല്ലേ. ടി ഓഫ് സി കോമ, അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി ഓഫ് സി ടൈംസ് എക്സ് വൈ ഈക്വൽ ടു സി ടൈംസ് ടി ഓഫ് എക്സ് കോമ വൈ, ഇങ്ങനെ പ്രൂവ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇവിടെ ഒരു വെക്ടർ മാത്രമേ നമുക്കുള്ളൂ. യു നമ്മുടെ പ്രൂവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയിൽ ഒരു വെക്ടറിന്റെ കണ്ടീഷനാണ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ x1 y1 എടുക്കണ്ട. രണ്ട് വെക്ടേഴ്സ് എടുക്കുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് x1 y1 x2 y2 ഒക്കെ എടുക്കുന്നത്. ഇവിടെ ഒരു വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജനറൽ ആയിട്ട് x, y എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, സോ ടി ഓഫ് സി എക്സ് വൈ ഈക്വൽ ടു സി ടൈംസ് ടി ഓഫ് എക്സ് വൈ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ടി ഓഫ് സി ടൈംസ് എക്സ് വൈ ഈക്വൽ ടു എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കി. നമുക്ക് ആദ്യം ഈ സി കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സി എക്സ് കോമ സി വൈ ഇങ്ങനെ എഴുതി. ഇനി ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. ഡെഫിനേഷൻ എന്തായിരുന്നു? ദാ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ കോമ എക്സ് മൈനസ് വൈ എന്നാണ് ഡെഫിനേഷൻ. അത് വെച്ച് ഇവിടെ റീപ്ലേസ് ചെയ്യുക. എക്സിൻ്റെയും വൈയുടെയും പ്ലേസിൽ സി എക്സ് എന്നും സി വൈ എന്നും റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സി എക്സ് പ്ലസ് സി വൈ ദെൻ കോമ സി എക്സ് മൈനസ് സി വൈ, ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാമല്ലോ ഡെഫിനേഷൻ അനുസരിച്ച്. ഇവിടെ എല്ലാ ടൈമിലും നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ടൈമിലും ഒരു സി കോമൺ ആണ് അല്ലേ. അപ്പോൾ എല്ലാ ടൈമിലും ഒരു സി കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു. ഔട്ട്സൈഡ് എടുത്താൽ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് വൈ കോമ എക്സ് മൈനസ് വൈ, സി ടൈംസ് എക്സ് പ്ലസ് വൈ കോമ എക്സ് മൈനസ് വൈ, ഈ രീതിയിൽ എഴുതാം. ഇനി ഈ സി അവിടെ നിൽക്കട്ടെ. എക്സ് പ്ലസ് വൈ കോമ എക്സ് മൈനസ് വൈ ശരിക്കും എന്താ? ടി ഓഫ് എക്സ് വൈ അല്ലേ. അപ്പോൾ സി ടൈംസ് ടി ഓഫ് എക്സ് കോമ വൈ അല്ലേ. സി ടൈംസ് ടി ഓഫ് എക്സ് കോമ വൈ. നമ്മൾ എന്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ടി ഓഫ് സി ടൈംസ് എക്സ് വൈ സ്റ്റാർട്ട് ചെയ്തു. നമുക്കിവിടെ കിട്ടിയത് സി ടൈംസ് ടി ഓഫ് എക്സ് വൈ അല്ലേ. അതായത് ഈ പ്രോപ്പർട്ടി ടി ഓഫ് സി യു എന്ന് പറഞ്ഞാൽ സി ടൈംസ് ടി ഓഫ് യു എന്ന് നമുക്ക് കിട്ടി. യുവിന് പകരം നമ്മൾ എക്സ് വൈ വെച്ചിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, കോർഡിനേറ്റ് ഫോമിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈഡ് ആണ്. So, since both the conditions are satisfied, given T is a linear transformation. തന്നിരിക്കുന്ന T എന്താണ്? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ട്രൂ ആണെന്ന് കാണിക്കണം, അതുപോലെ അഡിറ്റിവിറ്റിക്ക് ട്രൂ ആണെന്ന് കാണിക്കണം. ഈ രണ്ട് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ദാറ്റ്സ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈഡ് അല്ലാതെ വന്നാൽ നിങ്ങൾ രണ്ടാമത്തെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്താണ്? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതേ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇവിടെ ഓരോ ഫംഗ്ഷൻസിന് ഇവിടേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഡെഫിനിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരാം, പക്ഷെ ചെയ്യുന്ന രീതി സെയിം തന്നെ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, പ്രൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ മാത്രം വരാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഫൈൻഡ് ദ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x പ്ലസ് 2y, എക്സ് മൈനസ് വൈ. ഇതിൻ്റെ മെട്രിക്സ് ഫോർമാറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് ഫോം എങ്ങനെ എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എക്സിൻ്റെയും വൈൻ്റെയും കോളംസ് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. മെട്രിക്സ് എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ ആദ്യം പറഞ്ഞു, ഇത് എക്സിന് വേണ്ടിയിട്ട്, ഇത് വൈന് വേണ്ടിയിട്ട്. നിങ്ങൾ ഓരോ കോർഡിനേറ്റ് നോക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 3 ആണ്. സോ എക്സിന് ഇവിടെ ഫസ്റ്റ് മെമ്പർ 3 എഴുതാം. സെക്കൻഡ് കോർഡിനേറ്റിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്? 1 ആണ്. സോ ഇവിടെ താഴെ 1 എഴുതാം. ഇനി വൈയുടെ കോഎഫിഷ്യൻസ് എഴുതാനാണ് അടുത്ത കോളം. അപ്പോൾ വൈയുടെ കോഎഫിഷ്യൻ്റ് ഫസ്റ്റ് ടേമിൽ ആരാണ്? 2. അപ്പോൾ ഇവിടെ 2 എഴുതുക. രണ്ടാമത്തെ കോർഡിനേറ്റ് നോക്കുക. രണ്ടാമത്തെ കോർഡിനേറ്റിൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ആരാണ്? -1 ആണ്. സോ -1 എഴുതുക. ഇതാണ് നിങ്ങളുടെ മെട്രിക്സ് ഫോർമാറ്റ്. അപ്പോൾ
എൻട്രൻസ് എക്സാമുകളിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഫോർമാറ്റ് എഴുതാൻ പറഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞത്. ഇനി ഇതല്ല, നിങ്ങൾക്കിത് മനസ്സിലാവണില്ല, എങ്ങനെ എഴുതാൻ മനസ്സിലാവണില്ല എങ്കിൽ വേറൊരു രീതി പറഞ്ഞുതരാം. ഇത് ബേസിസ് വെക്ടേഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നിങ്ങൾക്കറിയാം R2 ബേസിസ് ആരൊക്കെയാണ്. R2 ബേസിസ് എന്ന് പറയുന്നത് 1 0യും 0 1ഉം അല്ലെ. ഈ രണ്ട് വെക്ടേഴ്സിനെ വെച്ചിട്ട് R2 മുഴുവൻ സ്പാൻ ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച. അപ്പോൾ ഇവിടെ ഈ XYക്ക് പകരം ഈ 1 0 0 1 വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് എഴുതാൻ പറ്റും. ഓക്കെ, നോക്കാം. അപ്പോൾ T of 1 0 എന്താന്ന് നോക്കാം. 1 0യുടെ ഇമേജ് എന്താന്ന് നോക്കാം ഡെഫിനേഷൻ അനുസരിച്ച്. അതുപോലെ T of 0 1ന്റെ ഇമേജ് എന്താന്ന് നോക്കാം. രണ്ട് കാര്യങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ T of XY എന്ന് പറയുന്നത് എന്തായിരുന്നു? മുകളിൽ എഴുതിയിട്ടുണ്ട് 3x + 2y, x - y. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനേഷൻ. ഇതിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യണം? എക്സിൻ്റെയും വൈൻ്റെയും പ്ലേസിൽ 1 0യും കൊടുക്കുക, 0 1ഉം കൊടുക്കുക. രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടും. അതായത് T of 1 0 ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അതായത് എക്സിൻ്റെ പ്ലേസിൽ 1ഉം വൈയുടെ പ്ലേസിൽ 0യും കൊടുത്ത് നോക്കാം. ഈ കണ്ടീഷനിൽ അപ്ലൈ ചെയ്താൽ 3 × 1 + 2 × 0. ഓക്കെ, ദെൻ x - y ആണ്. ദെൻ 1 - 0. ഇതിൻ്റെ വാല്യൂ എന്ത് വരും? ഓക്കെ, 3 + 0, അതായത് 3, 1 വരും. അപ്പോൾ 3 1 കിട്ടി. രണ്ടാമത്തെ കോർഡിനേറ്റ് ഇതുപോലെ നോക്കാം. ബേസിസ് വെക്ടറായ 0 1 വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 0 1, T of 0 1. എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുക, വൈയുടെ പ്ലേസിൽ 1 കൊടുക്കുക. ഇതേ ഡെഫിനേഷനിൽ അപ്ലൈ ചെയ്താൽ 3 × 0 + 2 × 1, ദെൻ x - y എന്ന് പറയുന്നത് 0 - 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 0 is 0, 0 + 2 is 2, 2, -1. ഇങ്ങനെ എഴുതാലോ. അപ്പോൾ ബേസിസ് വെക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചുള്ള കോർഡിനേറ്റുകൾ എനിക്ക് കിട്ടി. ഇനി ഇതിനെ ഒരു മെട്രിക്സ് ഫോർമാറ്റിലേക്ക് എഴുതിയാൽ മതി. ഇതിനെ മെട്രിക്സ് ഫോർമാറ്റിലേക്ക് എഴുതണമെങ്കിൽ എങ്ങനെ വേണം? തന്നിരിക്കുന്ന ആ ഓർഡർ തെറ്റരുത്. 1 0 0 1 അതേ ഓർഡറിൽ തന്നെ എഴുതാം. ആദ്യത്തെ കോർഡിനേറ്റിന് നമ്മൾ ആദ്യം കോളം വെക്ടറായിട്ട് വേണം എഴുതാം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരെ റോ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം തെറ്റും. അപ്പോൾ 1 0ക്ക് ഇവിടെ കിട്ടുന്ന കോർഡിനേറ്റിനെ നമ്മൾ എങ്ങനെ എഴുതണം? കോളം വെക്ടറായിട്ട് എഴുതാം. 3 1 താഴത്തോട്ട് എഴുതാം. കോളം വെക്ടർ എന്ന് വെച്ചാൽ കോളമായിട്ട് എഴുതാം. രണ്ടാമത്തത് T of 0 1 ആണ്. അത് 2 - 1 ആണ്. അതിനെയും കോളമായിട്ട് എഴുതാം. അതായത് 2 - 1. ഈ കിട്ടുന്ന മെട്രിക്സ് തന്നെയായിരിക്കും ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മെട്രിക്സ്. ഇതേ കാര്യം തന്നെയല്ലേ ഇവിടെ നിന്ന് കിട്ടിയത്. നോക്കി, 3 2 1 - 1. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണേൽ അപ്രോച്ച് ചെയ്യാം. എക്സാംസിന് വളരെ യൂസ്ഫുൾ ആണ്. പെട്ടെന്ന് ടൈം കൺസ്യൂമിങ് അല്ലേ. ഇതെല്ലാം എഴുതി ഓരോ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിനും എളുപ്പമാണ്. എക്സാംസിന്, ഗേറ്റ് എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ്. ഓക്കെ, എക്സിൻ്റെ കോളം ഇങ്ങനെ ഫില്ല് ചെയ്യുക, വൈയുടെ കോളം ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോബ്ലം നിങ്ങളുടെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ രീതി, രണ്ടാമത് പറഞ്ഞ രീതി ഫോളോ ചെയ്യാം. ഓക്കെ, ഷോർട്ട് ആൻസർ ടൈപ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ KTU എക്സാമുകളിൽ നിങ്ങൾ എഴുതുമ്പോൾ ഇതിന് സ്റ്റെപ്പ് വൈസ് തന്നെ നമുക്ക് സ്റ്റെപ്സിനൊക്കെ മാർക്കുള്ളതാണ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഗേറ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ, അതായത് എൻട്രൻസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മെത്തേഡ് കീപ്പ് ചെയ്യാനായിരിക്കും യൂസ്ഫുൾ. ടൈം കൺസ്യൂമിങ് അല്ല, പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗേറ്റ് എഞ്ചിനീയറിംഗ് മാത്സ് ആസ്പിറന്റ്